പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും 2 മാസം കഴിഞ്ഞ് വീട്ടുകാർ അറിഞ്ഞാൽ മതിയെന്നും റമീസ് പറഞ്ഞതായി സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ്. സഹോദരിയുടെ സുഹൃത്ത് വഴിയാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത്. വിവാഹം ആലോചിച്ചിരുന്നു. എന്നാൽ പിന്നീട് റമീസിനെ മറ്റ് പെൺകുട്ടികൾക്കൊപ്പം ലോഡ്ജിൽ നിന്ന് പിടികൂടിയെന്നും ഇതോടെ സഹോദരി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായും ബേസിൽ പറഞ്ഞു. ആലുവയിൽ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് വിളിച്ചു പറഞ്ഞ് വീണ്ടും ആലുവയിൽ എത്തിക്കുകയായിരുന്നുവെന്നും ബേസിൽ പറഞ്ഞു. ജനം ടിവിയോട് ടെലിഫോണിലാണ് ബേസിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇവനെ ഒരു ലോഡ്ജിൽ വെച്ച് വേറെ പെണ്ണുങ്ങളുമായിട്ട് അനാശാസ്യത്തിന് പിടിച്ചു. അപ്പൊ എന്റെ പെങ്ങള് പറഞ്ഞു, ഇനി ഞാൻ മതമൊന്നും മാറില്ല, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കളയാൻ പറ്റില്ല, നമുക്ക് രജിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടില് എന്നോട് അവള് പറഞ്ഞു, ഞാൻ കൂട്ടുകാരിയുടെ വീട് വരെ പോവാന്നും പറഞ്ഞ് ഇവള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഇവൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് ഇവളോട് പറഞ്ഞു, നീ ആലുവയ്ക്ക് വാ, ഞാൻ രജിസ്റ്റർ മാരേജിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവനെയും വിശ്വസിച്ച് ആലുവയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇവന്റെ കൂട്ടുകാര്, ഇവന്റെ കുടുംബക്കാര് എല്ലാരും ഇവളെ പൂട്ടിയിട്ട് ക്രൂരായിട്ട് മർദ്ദിച്ചു. ഇവളെ എന്നിട്ട് പറഞ്ഞു, പൊന്നാനിക്ക് പോണം, പൊന്നാനി ചെന്ന് മതം മാറിയിട്ട് 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് നിന്റെ കുടുംബം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് മർദ്ദിച്ച്. എന്നിട്ട് ലാസ്റ്റ് ഇവള് പറ്റില്ല എന്ന് കടുംതീർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനം കൊണ്ടിട്ടും അവള് പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കാൻ പറഞ്ഞിട്ടാണ് അവർ വീട്ടിലാക്കിയത്. എന്നിട്ട് ഇവള് ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. കൂട്ടുകാരിയുടെ വീട്ടിൽ പോയ കൂട്ടുകാരി, ആ കൂട്ടുകാരി ഇന്ന് വന്ന് എന്റെ പെങ്ങള്, ഞാനിന്ന് പള്ളിയിൽ വെച്ച് ആ കൂട്ടുകാരിനെ കണ്ടു. എന്റെ പെങ്ങളുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോ കണ്ടു ഞങ്ങള്. അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, ഇന്നതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, അവളെ വിളിച്ചോള് എന്നിങ്ങനെ പൂട്ടിയിട്ടേക്കോ മർദ്ദിക്കുവാന്നും പറഞ്ഞ് വിളിച്ചു. ഇങ്ങനെ മതം മാറണം, പൊന്നാനിക്ക് പോവാൻ നിൽക്കുക എന്നും പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവളത് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്ന്.